ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ? സുഖല്ലേ? പിന്നെ ലല്ലു ഉറങ്ങാണ് കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ എന്താ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചേ. റിച്ചൂസിന്റെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അന്ന് നിങ്ങൾക്കറിയാം, വീഡിയോ കണ്ടവർക്ക് അറിയാം. അന്ന് റിച്ചൂസ് ആയിരുന്നു ഫസ്റ്റ് തന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നത്. അപ്പൊ ഇന്നലെ ആയിരുന്നു റിച്ചൂസിന്റെ ബർത്ത്ഡേ കേട്ടോ. പക്ഷെ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഞാൻ അവിടെ നാട്ടിലുണ്ടാവില്ല. ഇപ്രാവശ്യം കാക്കുണ്ടെന്നിട്ടും നാട്ടിലില്ലായിരുന്നു. അതായത് ഞങ്ങൾ എത്തുമെന്ന് വിചാരിച്ചു, പക്ഷെ എത്താൻ പറ്റിയില്ല. ഇന്നലെ ആയിരുന്നു റിച്ചൂസിന്റെ ബർത്ത്ഡേ. അപ്പൊ ഇന്ന് ഇൻഷാല്ല ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുഡ് മേടിക്കാൻ, ഇനി അവിടെ എത്തി ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമില്ലല്ലോ. അപ്പൊ ഫുഡ് മേടിക്കാൻ ആഴ്ചക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങളിപ്പോ വണ്ടൂർ ടൗണിൽ നിന്ന് ഒരു കടയിൽ നിന്ന് റിച്ചൂസിന് ഞാൻ കരുതി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എന്തായാലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് കൊടുക്കുന്ന ആലോചിച്ചപ്പോഴാണ്, അവന് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബൂട്ട് കേടുവരികയോ എന്തോ ഇല്ല. അപ്പൊ ഞാൻ അവന്റെ ചെരുപ്പൊക്കെ ഇട്ട് നോക്കിയിട്ട് ഏകദേശം അളവൊക്കെ എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. എന്നേക്കാൾ ഒരു 5 കൂടും. അപ്പൊ ഞാൻ എന്തായാലും ഞങ്ങൾ വണ്ടൂർ എത്തിച്ച് റിച്ചുവിന് ഒരു ബൂട്ട് എടുക്കും. ഓക്കെ, അതാണ് ഞാൻ വിചാരിച്ച ഗിഫ്റ്റ് കൊടുക്കുക. അത് നമുക്ക് വെക്കേഷൻ ആവുമ്പോൾ എന്തായാലും മക്കളൊക്കെ കളിക്കാൻ പോണ ദിവസമാണ്. അപ്പൊ അവന് ഉപകാരമാവുകയും ചെയ്യുമല്ലോ. ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ, പക്ഷെ ഇന്ന് എന്തായാലും അത് വാങ്ങിയിട്ട് കൊടുക്കും. അപ്പൊ ഇൻഷാല്ലാ ഷോപ്പിലെത്തി ബൂട്ടൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, ഗിഫ്റ്റ് മേടിച്ചു ഞങ്ങൾ കൊടുക്കും കേട്ടോ. അപ്പൊ ഗൈസ്, റിച്ചൂസിന്റെ ബൂട്ട്, ഷോക്സ്, അതിന്റെ ബാഗും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് അവിടുന്ന് ഗിഫ്റ്റ് ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഗിഫ്റ്റിന്റെ പേപ്പർ മേടിച്ചു. ഇങ്ങനെ ഇത് ഗിഫ്റ്റ് ആക്കട്ടെ, എനിക്ക് അത് കൊണ്ടുകൊടുക്കാം. എന്താന്ന് പറയുന്നുട്ടോ, പറയുന്നത് പറഞ്ഞ കൊളായി. ഇന്നലെ ബർത്ത്ഡേ എത്തിയില്ല, ഗിഫ്റ്റ് മേടിച്ചോ. ഫോട്ടോയ്ക്ക് പോയിട്ടൊരു വളർന്നു നല്ല ഉറക്കത്തിലെ ഈ അവസ്ഥയിലാണ്. ഇന്നലെ എത്താൻ പറ്റില്ലടാ. അത് സൂം ചെയ്താണ് എന്റെ മോന്താ. ഓക്കെ മതി.